എഡ്യൂകേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും ഈ ചോദ്യങ്ങൾ പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം ക്ലോറല്ല. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യമാണ് ക്ലോറല്ല. ബഹിരാകാശ യാത്രകളിൽ ഓക്സിജൻ പുനഃചംക്രമണം ചെയ്യുന്നതിനും കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യുന്നതിനും ക്ലോറല്ല ഉപയോഗിക്കുന്നു. ഇതൊരു ഏകകോശ ഹരിത ആൽഗയാണ്. മാവ് പുളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് മാവ് പുളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം. മാവ് പുളിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവരുന്നത് ഫെർമെൻറ്റേഷൻ അഥവാ കിണ്വനം എന്ന പ്രക്രിയ വഴിയാണ്. ഈ വാതകം പുറത്തു പോകുമ്പോഴാണ് മാവ് പൊങ്ങി വരുന്നത്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിയാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത്. സി രാജഗോപാലാചാരി ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലായിരുന്നു. ഭാരതരത്ന പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തികളിൽ ഒരാളും ഇദ്ദേഹമാണ്. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. 1950 ജനുവരി 26-നാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CTCRI സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം. 1697-ലായിരുന്നു അഞ്ചുതെങ്ങ് കലാപം നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. 1721-ലാണ് ഈ കലാപം നടന്നത്. ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യക്കലവറ എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം. ഹരിത വിപ്ലവത്തിൻ്റെ ഗുണഫലങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലഭിച്ച സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ്. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരൻ. ഇ ശ്രീധരനാണ് മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡൽഹി മെട്രോയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ഇ ശ്രീധരൻ. കൊച്ചി മെട്രോയുടെ നിർമ്മാണത്തിലും അദ്ദേഹം മുഖ്യ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള നെല്ല്. നെല്ലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ജീവകം K. വിറ്റാമിൻ K ആണ് രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനായ പ്രോത്രോംബിൻ നിർമ്മാണത്തിന് വിറ്റാമിൻ K അത്യന്താപേക്ഷിതമാണ്. ഈ വിറ്റാമിൻ കൊഴുപ്പിൽ ലയിക്കുന്ന ഒന്നാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം നീലഗിരി താർ. വരയാട്. നീലഗിരി താറാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇരവികുളം നാഷണൽ പാർക്കിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗമാണ് വരയാട്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി സിന്ധു. സിന്ധു നദിയാണ് ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി. ജമ്മുകാശ്മീരിലെ ലഡാക്ക് മേഖലയിലാണ് സിന്ധു നദി മനോഹരമായ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത്. പാകിസ്ഥാന്റെ ദേശീയ നദി കൂടിയാണ് സിന്ധു. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. സൂര്യനിൽ രണ്ടാമത് ഏറ്റവും കൂടുതലുള്ള മൂലകം ഹീലിയമാണ്. സൂര്യനിലെ ഊർജ ഉൽപ്പാദനത്തിന് പിന്നിലെ പ്രക്രിയ അറിയപ്പെടുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാണ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ച്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്
ഓറഞ്ച് നിറമാണ്. വിമാനാപകടങ്ങളിൽ തകരാതെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താനാണ് ബ്ലാക്ക് ബോക്സിന് ഓറഞ്ച് നിറം നൽകുന്നത്. ഇതിൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നത്. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി 1987 ഒപ്പുവെച്ച മോൺട്രിയൽ പ്രോട്ടോക്കോളിൻ്റെ സ്മരണയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. ഓസോൺ പാളിയുടെ കനം അളക്കുന്ന യൂണിറ്റ് ഡോബ്സൺ ആണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത്. കേരളമാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ ക്ലബ്ബായ മോഹൻ ബഗാൻ കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴയ ഫുട്ബോൾ ടൂർണമെൻറ്റായ ഡ്യൂറൻഡ് കപ്പിന് വേദിയാകുന്നതും കൊൽക്കത്തയാണ്. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? റഷ്യ. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ റഷ്യയുടെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്നത് ലിഗ്നൈറ്റ് ആണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന പേരിൽ അറിയപ്പെടുന്ന നാണ്യവിള. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ അഥവാ റിഗർ മണ്ണാണ്. വെളുത്ത സ്വർണം എന്ന പേരിലും പരുത്തി അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. സോവിയറ്റ് യൂണിയന്റെ കോസ്മോസ് 3M എന്ന വിക്ഷേപണ വാഹനമാണ് ഇതിനായി ഉപയോഗിച്ചത്. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ബാങ്ക് ദേശസാത്കരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 1969 ജൂലൈ 19 ഇന്ദിരാഗാന്ധി ആദ്യമായി 14 പ്രമുഖ ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. പിന്നീട് 1980 6 ബാങ്കുകൾ കൂടി ദേശസാൽക്കരിച്ചു. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി. 1997 മുതൽ 2002 വരെയുള്ള കാലയളവിലെ 9ാം പഞ്ചവത്സര പദ്ധതി സാമൂഹ്യനീതിയിലും തുല്യതയിലും ഊന്നിയുള്ള സാമ്പത്തിക വളർച്ചയായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. ഗ്രാമസഭകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന ജനകീയ ആസൂത്രണം കേരളത്തിൽ ആരംഭിച്ചത് ഈ കാലയളവിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. 1955 ജൂലൈ 1 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ആയി പുനർനാമകരണം ചെയ്തത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്കും SBI ആണ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം എയ്ഡ്സ് ആണ് സ്ലിം ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് HIV മൂലമുണ്ടാകുന്ന ഈ രോഗം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ നശിപ്പിക്കുന്നു. എയ്ഡ്സ് നിർണ്ണയിക്കുന്നതിനുള്ള പ്രാഥമിക പരിശോധനയാണ് എലീസ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളിൽ ഒന്നാണ് പാമ്പാർ. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ നിന്നാണ് ഈ നദി ഉദ്ഭവിക്കുന്നത്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ദിശയിൽ വ്യത്യാസം വരുന്ന പ്രതിഭാസമാണിത്. നക്ഷത്രങ്ങൾ മിന്നുന്നതിനൊപ്പം തന്നെ വെള്ളത്തിൽ മുക്കിയ പെൻസിൽ വളഞ്ഞതായി തോന്നുന്നതിനും കാരണം അപവർത്തനമാണ്. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില അവസാദശിലയിലാണ് പെട്രോളിയം രൂപം കൊള്ളുന്നത്. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി കാലാന്തരത്തിൽ രൂപപ്പെടുന്ന ശിലകളാണിവ. പെട്രോളിയം കൂടാതെ കൽക്കരിയും നാച്ചുറൽ ഗ്യാസും അവസാദശിലകളിൽ നിന്നാണ് ലഭിക്കുന്നത്.
ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954. 1954 ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായും തമ്മിലാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. സമാധാനപരമായ സഹവർത്തിത്വത്തിനായുള്ള 5 തത്വങ്ങളാണ് ഇതിൽ ഉള്ളത്. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ആവേഗബലം. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ആവേഗബലം ആണ്. വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കപ്പെടുന്ന വലിയ ബലമാണ് ആവേഗബലം. ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് പന്തിലടിക്കുന്നത് ഇതിന് മറ്റൊരു ഉദാഹരണമാണ്. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പ്. കറുപ്പാണ് ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം. എല്ലാ വർണ്ണങ്ങളിലുമുള്ള പ്രകാശത്തെയും ആഗിരണം ചെയ്യുന്നതിനാലാണ് കറുത്ത വസ്തുക്കൾക്ക് കൂടുതൽ താപം ലഭിക്കുന്നത്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദി. ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ ഷിമോഗ ജില്ലയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഗരസപ്പ വെള്ളച്ചാട്ടം എന്നും ഇതിന് പേരുണ്ട്. വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദോ ഘോഷ്. അരബിന്ദോ ഘോഷായിരുന്നു വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേമാതരം ഉൾക്കൊള്ളുന്ന ആനന്ദമഠം എന്ന നോവൽ 1882 പുറത്തിറങ്ങിയത്. ചേന മുറിക്കുമ്പോൾ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു കാൽസ്യം ഓക്സലേറ്റ്. കാൽസ്യം ഓക്സലേറ്റ് ആണ് ചേന മുറിക്കുമ്പോൾ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം മലബാർ ലഹള. മലബാർ ലഹളയാണ് പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം. മലബാർ ലഹള നടന്നത് 1921 ബ്രിട്ടീഷ് ഭരണത്തിനും ജനമിത്തത്തിനുമെതിരെ മലബാറിൽ നടന്ന പ്രക്ഷോഭമാണിത്. ഈ ലഹളയുടെ ഭാഗമായി നടന്ന ദാരുണമായ സംഭവമാണ് വാഗൻ ട്രാജഡി. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലം കുണ്ടറ. കൊല്ലം ജില്ലയിലെ കുണ്ടറയാണ് കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലം. കളിമണ്ണ് ശുദ്ധീകരണത്തിനും കളിമൺ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും പ്രസിദ്ധമായ കേരള സെറാമിക്സ് ലിമിറ്റഡ് കുണ്ടറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തിമല. അമ്പുകുത്തിമലയിലാണ് എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിലാണ് അമ്പുകുത്തിമലയും അതിലെ എടക്കൽ ഗുഹകളും സ്ഥിതി ചെയ്യുന്നത്. ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധമായ ഈ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1200 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഴയിലൂടെ പരാഗണം നടത്തുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. കുരുമുളകാണ് മഴയിലൂടെ പരാഗണം നടത്തുന്ന സുഗന്ധവ്യഞ്ജനം. കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളകിൻ്റെ ശാസ്ത്രീയ നാമം പെപ്പർ നൈഗ്രം എന്നാണ്. ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഉറുദു. ഉറുദുവാണ് ഇന്ത്യയുടെ കോഹിന്നൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഷ. ക്യാമ്പ് അഥവാ പാളയം എന്നാണ് ഉറുദു എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? കറുപ്പ്. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം കറുപ്പായിരിക്കും. ചുവന്ന വസ്തു ചുവപ്പ് പ്രകാശത്തെ മാത്രമേ പ്രതിഫലിപ്പിക്കൂ, നീല ഗ്ലാസ് നീലപ്രകാശത്തെ മാത്രമേ കടത്തിവിടൂ എന്നതിനാൽ ചുവന്ന വസ്തുവിൽ നിന്നുള്ള പ്രകാശം തടയപ്പെടുകയും വസ്തു കറുപ്പായി കാണപ്പെടുകയും ചെയ്യുന്നത്. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ചെമ്മീൻ. ചെമ്മീനാണ് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം. തകഴി ശിവശങ്കരപിള്ളയുടെ നോവലിനെ ആസ്പദമാക്കി രാമു കാര്യാട്ടാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രം കൂടിയാണ് ചെമ്മീൻ. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം. തിരുവനന്തപുരം ജില്ലയിലെ പട്ടം പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കരിമീനാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം. 2010 കരിമീനിനെ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായി പ്രഖ്യാപിച്ചത്. കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറാറ്റൻസിസ് എന്നതാണ്.
കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ ആരുടേതാണ്? വേലുത്തമ്പി ദളവ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ വേലുത്തമ്പി ദളവയുടേതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശം ചെമ്പഴന്തി. ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശം. തിരുവനന്തപുരം ജില്ലയിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശമായ ചെമ്പഴന്തി സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് വയൽവാരം വീട് എന്നറിയപ്പെടുന്നു. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട്. കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. സമുദ്രനിരപ്പിന് താഴെ കൃഷി നടത്തുന്ന ഇന്ത്യയിലെ ഏക പ്രദേശമാണ് കുട്ടനാട്. കുട്ടനാടിനെ കേരളത്തിൻ്റെ നെല്ലറ എന്നും വിളിക്കുന്നുണ്ട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല വയനാട്. വയനാടാണ് 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല. കർണാടക, തമിഴ്നാട് എന്നീ 2 സംസ്ഥാനങ്ങളുമായിട്ടാണ് വയനാട് അതിർത്തി പങ്കിടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന ജില്ല കൂടിയാണ് വയനാട്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. അയ്യപ്പൻ എന്നതാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? മൗലികാവകാശങ്ങൾ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ അടങ്ങിയ ഭാഗത്തെയാണ്. ഭരണഘടനയുടെ ഭാഗം 3 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യ ഈ ആശയം സ്വീകരിച്ചത്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്ക്, പാക് സ്ട്രെയ്റ്റ്. പാക് കടലിടുക്കാണ് ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക്. ബംഗാൾ ഉൾക്കടലിനെയും പാക് ഉൾക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലസന്ധിയാണിത്. മദ്രാസ് ഗവർണറായിരുന്ന റോബർട്ട് പാക്കിൻ്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ എന്നീ 8 സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം. ഭൂമിയോട് വലിപ്പത്തിലും ഘടനയിലും സാമ്യമുള്ളതിനാലാണ് ശുക്രനെ ഭൂമിയുടെ ഇരട്ട എന്ന് വിളിക്കുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുള്ള ഗ്രഹം കൂടിയാണ് ശുക്രൻ. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. 1951 ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. കൃഷിക്ക് മുൻഗണന നൽകിയ ഒന്നാം പദ്ധതി ഹാരോഡ് ഡോമർ മാതൃക അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. ചൊവ്വയാണ് തുരുമ്പിച്ച ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചൊവ്വയുടെ ഉപരിതലത്തിൽ അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യം കൂടുതൽ ഉള്ളതിനാലാണ് ഇത് ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത്. ഇതിനാലാണ് തുരുമ്പിച്ച ഗ്രഹം എന്ന് വിളിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക്. ഇംപീരിയൽ ബാങ്ക് എന്നതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. 1921 ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ 3 പ്രസിഡൻസി ബാങ്കുകൾ ലയിപ്പിച്ചാണ് ഇംപീരിയൽ ബാങ്ക് രൂപീകരിച്ചത്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി നദിയാണ്. കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ട് കബനിയുടെ പോഷക നദിയായ കറമൻ തോട് പുഴയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. പ്രകാശം സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലിയ കോണിൽ പതിക്കുമ്പോഴാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്.
ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ പ്രവർത്തന തത്വവും ഇതുതന്നെയാണ്. ഒരു ലോഹത്തെ അടിച്ചുപരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷത മാലിയബിലിറ്റി. ഒരു ലോഹത്തെ അടിച്ചുപരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷത അറിയപ്പെടുന്നത് മാലിയബിലിറ്റി എന്നാണ്. സ്വർണമാണ് ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റിയുള്ള ലോഹം. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കാണ് വായ്പകളുടെ നിയന്ത്രകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബാങ്ക്. 1935 ഏപ്രിൽ 1 RBI സ്ഥാപിതമായത്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ. പമ്പ നദിയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി. കേരളത്തിലെ നീളം കൂടിയ നദികളിൽ 3-ാം സ്ഥാനമാണ് പമ്പയ്ക്കുള്ളത്. ദക്ഷിണ ഭഗീരഥി എന്നും പമ്പ അറിയപ്പെടുന്നു. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം. കാനഡയുടെ സാങ്കേതിക സഹായത്തോടെ പെരിയാർ നദിയിലാണ് ഈ ആർച്ച് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ വലിയ ആർച്ച് ഡാമുകളിൽ ഒന്നാണ് ഈ ഡാം. ഏതിൻ്റെ അയിരാണ് ഗലീന? കർത്തീയം, ലെഡ്. കർത്തീയത്തിൻ്റെ അയിരാണ് ഗലീന. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതിനാൽ ഇതിനെ സൺഷൈൻ വിറ്റാമിൻ എന്നും വിളിക്കാറുണ്ട്. കുട്ടികളിൽ അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ബാലഗുരു എന്ന പേരിൽ അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബിൽ നിയമം ആകുന്നത്? പ്രസിഡന്റ്. പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഒരു ബിൽ നിയമം ആകുന്നത്. ഭരണഘടനയുടെ 111-ാം അനുച്ഛേദത്തിലാണ് രാഷ്ട്രപതിയുടെ ഈ അധികാരത്തെക്കുറിച്ച് പറയുന്നത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദികളിൽ ഒന്നാണിത്. ഇത് കാസർഗോഡ് ജില്ലയുടെ ഒഴുകി ഉപ്പള കായലിൽ ചേരുന്നു. ഏത് നദിയിലാണ് കൃഷ്ണ രാജസാഗർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? കാവേരി. കാവേരി നദിയിലാണ് കൃഷ്ണ രാജസാഗർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലാണ് കൃഷ്ണ രാജസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്ലാനിംഗ് നിർവഹിച്ചത് സർ എം വിശ്വേശ്വരയ്യ ആയിരുന്നു. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ 2. ഡിസംബർ 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം. 1984 നടന്ന ഭോപ്പാൽ ദുരന്തത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത്. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം. അറ്റോമിക നമ്പർ 1 ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം കൂടിയാണ്. ഹെൻറി കാവൻഡിഷാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി MN ഗോവിന്ദൻ നായർ. MN ഗോവിന്ദൻ നായരാണ് ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയ മന്ത്രി. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിലാണ് റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനിയാണ് റാണിഗഞ്ച്. ദാമോദർ നദീതടത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയം. കോട്ടയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം. 1989 കോട്ടയം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അക്ഷര നഗരം എന്നറിയപ്പെടുന്നതും കോട്ടയമാണ്. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി. നെല്ലിക്കാംപെട്ടി എന്നതായിരുന്നു തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്. 1934 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചത്. പിന്നീട് ഇത് പെരിയാർ വന്യജീവി സങ്കേതമായി മാറി. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക. ശ്രീലങ്കയാണ് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം.
1918-ലും 1926-ലും ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട്. ഏത് മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ഭംഗർ എന്നിവ? എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ഭംഗർ എന്നിവ. ഗംഗാസമുദ്രത്തിലെ പഴയ എക്കൽ മണ്ണിനെ ഭംഗർ എന്നും പുതിയ എക്കൽ മണ്ണിനെ ഖാദർ എന്നും വിളിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണിത്. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൺ പ്രഭു. ലിട്ടൺ പ്രഭുവായിരുന്നു പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത്. 1878-ലാണ് വെർണാക്കുലർ പ്രസ് ആക്ട്, പ്രാദേശിക ഭാഷാപത്ര നിയമം അദ്ദേഹം കൊണ്ടുവന്നത്. പ്രാദേശിക പത്രങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നതായിരുന്നു ഈ നിയമം. മഗ്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ വർഗീസ് കുര്യൻ. വർഗീസ് കുര്യനാണ് മഗ്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ. വർഗീസ് കുര്യൻ ഇന്ത്യയിലെ ക്ഷീരവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. 1963-ലാണ് അദ്ദേഹത്തിന് മഗ്സസെ പുരസ്കാരം ലഭിച്ചത്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളിയാണ് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. മഴ, മേഘങ്ങൾ തുടങ്ങിയ എല്ലാ കാലാവസ്ഥാ മാറ്റങ്ങളും ഈ പാളിയിലാണ് നടക്കുന്നത്. ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നും സുപ്രീം കോടതി അറിയപ്പെടുന്നു. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതും സുപ്രീം കോടതിയാണ്. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് രാമനമ്പി. രാമനമ്പിയായിരുന്നു കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലാണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലുള്ള പുലിക്കോട് തടാകത്തിന് സമീപമുള്ള ദ്വീപായ ശ്രീഹരിക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ശാന്ത സിൻഹ. ശാന്ത സിൻഹയായിരുന്നു ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. 2007-ലായിരുന്നു ദേശീയ ബാലാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത്. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947. 1947-ലായിരുന്നു പാലിയം സത്യാഗ്രഹം നടന്നത്. പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം കർണാടക. കർണാടകയാണ് ഇന്ത്യയിൽ പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം. ക്യൂൻ ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്ന നഗരം പൂനെ. പൂനെയാണ് ക്യൂൻ ഓഫ് ഡെക്കാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം. മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ്? RK നാരായൺ. RK നാരായണന്റെ കൃതിയാണ് മാൽഗുഡി ഡേയ്സ്. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ശെന്തുരുണി വന്യജീവി സങ്കേതം. ശെന്തുരുണി വന്യജീവി സങ്കേതമാണ് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ശെന്തുരുണി എന്ന വൃക്ഷം ഇവിടെ ധാരാളമായി കാണപ്പെടുന്നു. നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം നോർവേ. നോർവേയാണ് നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം. 1953-ൽ ആരംഭിച്ച ഇന്തോ നോർവീജിയൻ പ്രൊജക്റ്റ് വഴിയാണ് നീണ്ടകരയിൽ ആധുനിക മത്സ്യബന്ധന രീതികൾ നിലവിൽ വന്നത്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? അരുണാചൽ പ്രദേശ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിലൂടെയാണ്. ടിബറ്റിൽ സാങ്പോ എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശ് വഴിയാണ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ദിഹാങ് എന്ന പേരിൽ ആണ്. കലക്കത്ത് ഭവനം ആരുടെ ജന്മഗൃഹമാണ്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമാണ് കലക്കത്ത് ഭവനം. ഷിക് ടെസ്റ്റ് എന്ത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിഫ്തീരിയ. ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ രോഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. തൊണ്ടമുള്ള് എന്നും ഈ രോഗത്തിന് പേരുണ്ട്. കൊറീനെ ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന ബാക്ടീരിയയാണ് ഇതിന് കാരണമാകുന്നത്. ഇതിനെതിരെ നൽകുന്ന വാക്സിനാണ് DPT വാക്സിൻ. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് സലിം അലി. സലിം അലിയാണ് ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്.
ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ, ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നത് സാലിം അലിയാണ്. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിൽ എത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം ഘർഷണബലം. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിൽ എത്തുമ്പോൾ കത്തുന്നതിന് കാരണമാകുന്ന ബലം ഘർഷണബലമാണ്. ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 28. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത്. CV രാമൻ രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം 20 സെക്കൻഡ്. 20 സെക്കൻഡ് കൊണ്ടാണ് ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കേണ്ടത്. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ഈ ഗാനം പൂർണ്ണരൂപത്തിൽ ആലപിക്കാൻ 52 സെക്കൻഡ് വേണം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം 1985. 1985 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത്. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ HV കനോലി. HV കനോലിയായിരുന്നു മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ. 1855 കോഴിക്കോട് വെച്ചാണ് ഇദ്ദേഹം വധിക്കപ്പെട്ടത്. ലോകത്തിലാദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ മലപ്പുറത്തെ കനോലി പ്ലോട്ട് ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഉള്ളതാണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.